ശ്രീഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണിയും. ദശകം 47. യശോദ കൃഷ്ണനെ ഉരലിൽ ബന്ധിക്കുന്നു. ഓരോ ദിനം തൈർ കടഞ്ഞിരിക്കുന്ന യശോദരൻ വരത്തെത്തി ഓമനയം ബാലകൻ കൃഷ്ണൻ. കടയുന്നതു തടഞ്ഞു മടിയിൽ കയറി കൃഷ്ണൻ കൗതുകമായി മുല കൂടി തുടങ്ങിയല്ലോ. അമ്മിഞ്ഞ കൂടിച്ച നേരം ആ വീടുത്തെ മുഖപത്മം ആനന്ദത്താൽ മെല്ലെ മെല്ലെ വിടർന്നു വന്നു. അടുപ്പത്തു വെച്ച ക്ഷീരം തൂകിപ്പോകുമെന്നതോർത്തു അമ്മ എഴുന്നേറ്റു കണ്ണൻ കോപീതനായി. അമ്മിഞ്ഞ കൂടിക്കും രസം പകുതിയിൽ മുറിഞ്ഞപ്പോൾ ആരമ്മിണ്ട നയനനു കോപം മുഴുത്തു. അമ്മ വച്ചു പോയ കടകോലെടുത്തു അച്യുതനും അക്ഷണത്തിൽ തൈർക്കാലം ഉടച്ചുവല്ലോ. തൈർക്കാലം ഉടയുന്ന ശബ്ദം കേട്ടു ഓടിയെത്തി തരുണിരത്നമായിടും യശോദാദേവി. താമരക്കണ്ണൻ തന്നൂടെ കീർത്തി പരന്നിടും പോലെ താഴത്തു പരന്നു തൈർ എത്ര സുന്ദരം. വേദവഴികളിലൂടെ തിരഞ്ഞിടും ദേവനാകും വേദരൂപനാകുമെൻ്റെ നാരായണനെ. ഊരലിന്മേലിരുന്നിട്ടു പൂച്ചകൾക്കു വെണ്ണ നൽകും ഉത്തമനമ്പാലനായി കണ്ടെത്തിയമ്മ. കോപം പൂണ്ട മുഖവുമായി അമ്മ നിന്നു മുന്നിലായി. പേടി പൂണ്ട മുഖത്തോടെ കണ്ണനുണ്ണിയും. തോഴിമാതൻ മുന്നിൽ വച്ചു കണ്ണനെ പീഡിച്ചു കെട്ടാൻ കോപിഷ്ടയായമ്മ ഒരു കയറെടുത്തു. സജ്ജനങ്ങൾ ഹൃദയമം പാശം കൊണ്ടു കെട്ടിയിടുന്ന സജ്ജന സേവിതനാകും ഗുരുവാദേശ. എത്ര എത്ര കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും തികഞ്ഞില്ല നീളം നിന്നെ ബന്ധിച്ചിടുവാൻ. ഭക്തി കണ്ടാൽ സകലതും മറക്കുന്ന ഭഗവാനെ ശക്തി പോയ യശോദയെ കണ്ട മാത്രയിൽ ബന്ധനാതീതനെങ്കിലും ഭക്തബന്ധുവാകും ദേവൻ ബന്ധനത്തിനു വഴങ്ങി ആശ്ചര്യം തന്നെ. സുകൃതികൾ മോഹിക്കുന്ന വികൃതിയെ കെട്ടിയിട്ട് സുഹൃത ജന്മമാം അമ്മ നടന്നു നീങ്ങി. ഉരലിൽ നേരത്തെ സൂക്ഷിച്ചിരുന്നതാം നറുവെണ്ണ ഉണ്ണിക്കണ്ണൻ എടുത്തിട്ടു അമൃതത്താക്കി. ആപാശന്മാരായവർക്കു സുലഭനാം ദേവദേവൻ പാശമുള്ള യശോദയാൽ ബന്ധിക്കപ്പെട്ടു. അത്യത്ഭുതം എന്നു ചൊല്ലി സ്തുതിച്ചു ദേവജനവും. അത്യന്ത സുന്ദര എന്നെ രക്ഷിക്കണമേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.